ശ്രീ ജലീൽ, താങ്കൾക്ക് ഇതിന് കൃത്യമായി ഉത്തരവുണ്ടോ? കാരണം അദ്ദേഹം പറഞ്ഞതുപോലെ മറ്റെല്ലാ ആൾക്കാരും പറഞ്ഞതുപോലെ തന്നെ ഇതൊരു ഒരു യാഥാർത്ഥ്യമാണ്, ഒരു വാസ്തവമാണ്, എല്ലാവരും എതിർക്കേണ്ട ഒരു കാര്യമാണ്. അതിനെങ്ങനെ ചൂണ്ടിക്കാണിക്കുമ്പോൾ എന്തിനിങ്ങനെ അസഹിഷ്ണുത പാലിക്കണം? അതിൽ എനിക്ക് ഈ ചർച്ചയുമായി ബന്ധപ്പെട്ട അതിൻ്റെ ഒരു പ്രധാന ഭാഗം പറയാനുള്ളത്, ഈ മതപരിവർത്തനം നടത്തി പെൺകുട്ടികളെ വശീകരിച്ചു കൊണ്ടുവന്ന് ഇസ്ലാമിൽ ആളെ ചേർക്കുന്നു എന്നുള്ള ഒരു പ്രചരണമാണല്ലോ ഇപ്പം വ്യാപകമായി ഇതിലിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എത്ര അബദ്ധമാണ്, എത്ര പച്ചക്കളവാണ് ആ പറയുന്നതെന്ന്. അല്ലല്ല, അങ്ങനെ ഒരു പ്രചരണമേ ഉണ്ടായിട്ടില്ല. ലവ് ജിഹാദ് എതിർക്കപ്പെടേണ്ടതാണ്, ഞാൻ പറഞ്ഞുതരാം. പ്രണയം ഇല്ല, പറയാൻ നിങ്ങൾ അവസരം തരത്തില്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ്? നിങ്ങൾ പറയാൻ അവസരം തരണ്ടേ? ആ ഇസ്ലാം മതത്തിൽ പ്രണയം നടിച്ചോ അല്ലെങ്കിൽ സാമ്പത്തിക ലാഭത്തിന്റെ പേരിലോ ഒരാളെ മതത്തിലേക്ക് കൊണ്ടുവന്നാൽ അത് നിഷിദ്ധമാണെന്ന് പ്രഖ്യാപിച്ച മതമാണ് ഇസ്ലാം. പ്രവാചകൻ പറഞ്ഞിട്ടുണ്ട്, ഒരാൾ എങ്ങനെയാണ് പൊന്നാനിയിൽ പോകുന്നത്? ചുമ്മാ അങ്ങോട്ട് പറഞ്ഞു തീരാൻ അനുവദിക്കണ്ടേ? നിങ്ങൾ 5 പേരെ കൊണ്ടിരുത്തിയിട്ട് നമ്മൾ പറയുമ്പോ ഇളക്കി കയറി. നിങ്ങളൊക്കെ എവിടുന്ന ഖുർആൻ ക്വാളിഫിക്കേഷൻ വാങ്ങിച്ചത്? നിങ്ങളൊക്കെ എവിടുന്നാ വാങ്ങിച്ചത്? അല്ല, നിങ്ങളൊക്കെ ക്വാളിഫിക്കേഷൻ കിട്ടിയത് നിങ്ങൾ ഈ ആരിഫ് ഹുസൈനും ഒക്കെ, ഇവർക്കൊക്കെ എവിടെ ക്വാളിഫിക്കേഷൻ കിട്ടിയത്? പൊന്നാനി ഈ രാജ്യത്തെ നിയമ സംവിധാനങ്ങൾക്കുള്ളിൽ നിന്ന് പ്രവർത്തിക്കുന്ന ഒരു സംവിധാനമാണ്. നിങ്ങൾക്ക് ഒരു കാര്യം എൻ്റെ പ്രിയപ്പെട്ട RV ബാബു സാറും ഈ ആങ്കറും ഒക്കെ മനസ്സിലാക്കണം. ഇവർ കിടന്ന് ഇങ്ങനെ സംസാരിച്ചോട്ട്. പ്രവാചകന്റെ ഏറ്റവും വലിയ സംരക്ഷകൻ അദ്ദേഹത്തിന്റെ ഇളയാപ്പായിരുന്ന അബൂ താലിബായിരുന്നു. അദ്ദേഹം മരിച്ചു. മരിക്കുന്നവരെയും പ്രവാചകൻ പറഞ്ഞു മതത്തിലേക്ക് വരുമോ എന്ന്. അദ്ദേഹം വന്നില്ല. ആ പ്രവാചകന്റെ ഇളയാപ്പായ അദ്ദേഹം കൊന്നുകളഞ്ഞോ? ആ മതമാണ് ഇസ്ലാം. ഒരു പെണ്ണിനെയും പ്രേമിച്ചു കൊണ്ടുവരാൻ ഇസ്ലാം മതം അനുവദിക്കുന്നില്ല. അങ്ങനെ ജാമിദ ടീച്ചർ പോയോ? പറയുന്നുണ്ടല്ലോ വശീകരിച്ച് അഫ്ഗാനിൽ കൊണ്ടുപോയെന്ന്. ജാമിദ ടീച്ചർ പോയില്ലല്ലോ, നിമിഷയാണ് പോയത്. എന്തേ ഒരു ഫാത്തിമ പോയില്ല? എന്തേ ഒരു ആയിഷ പോയില്ല? പിന്നെ മറ്റൊന്ന് ഇവിടെ പറയുന്നുണ്ടല്ലോ, അഫ്ഗാനിസ്ഥാനിലും സിറിയയിലും കേരളത്തിൽ നിന്നുള്ള ക്രിസ്ത്യൻ പെൺകുട്ടികളെ വശീകരിച്ച് കൊണ്ടുപോയെന്ന്. കേന്ദ്രം ഭരിക്കുന്ന ആരാ? മുസ്ലിങ്ങളാ? കേന്ദ്രം ഭരിക്കുന്നവരുടെ കഴിവുകേടായിട്ടില്ലേ അത് പറയുന്നേ? പിന്നൊന്ന്, മതപരിവർത്തനം നടത്തി വിവാഹം കഴിച്ചത് LK അദ്വാനിജിയുടെ മകൾ എവിടെ ഇരിക്കുന്നതെന്നേ പറഞ്ഞാൽ BJP-ക്കാർക്ക് നാണം വരും. സുബ്രഹ്മണ്യ സ്വാമി എന്ന് പറയുന്ന കിടിലൻ ഹിന്ദുത്വവാദിയുടെ മകള് സുഹാസിനി, നല്ല മീഡിയ പ്രവർത്തകയാ. ആരാ വിവാഹം കഴിച്ചത്? പിന്നെ കാസയുടെ പ്രതിനിധി, നിങ്ങളുടെ ഏറ്റവും വലിയ നേതാവുണ്ട്, PC ജോർജിന്റെ മോൻ ഷോൺ ജോർജ്. അദ്ദേഹം എവിടുന്നാ വിവാഹം കഴിച്ചേ? മാമോദിസ മുക്കിയതിന് ശേഷം വീട്ടിൽ കയറ്റിയത്. അങ്ങനെയുള്ള കാസക്കാരനാണോ വന്നിരുന്നുകൊണ്ട് മുസ്ലിങ്ങൾക്ക് മതപരിവർത്തനത്തിന്റെ വിഷയത്തിൽ ക്ലാസ് എടുക്കുന്നത്? ഞങ്ങളെ സംബന്ധിച്ച് മുസ്ലിങ്ങളുടെ വക്താവല്ല ഞാൻ, ഇതൊക്കെ മതപണ്ഡിതന്മാർ പറയേണ്ടതാ. പക്ഷെ അവർക്കതിന് നേരമില്ല. അവർ CPM-നെയും ഇടതുപക്ഷത്തെ നന്നാക്കാൻ നിങ്ങൾക്കൊപ്പം നടക്കുകയാണ്. ഇവിടെ ബാലിശമായ വിവാദങ്ങൾ ഉയർത്തി, അതും പറയാതിരിക്കാൻ നിവൃത്തിയില്ല. ഇത്രയും സീരിയസ് ആയ ഒരു വിഷയം ഇവിടെ ഈ കാസയും ഇതുപോലുള്ള കുറെ എക്സ് മുസ്ലിം പുതിയ സംവിധാനങ്ങളാ, എന്തെങ്കിലുമൊക്കെ കിട്ടും എന്നുള്ള പ്രതീക്ഷയിൽ കുറെ എക്സ് മുസ്ലിങ്ങൾ ഇറങ്ങിയിട്ടുണ്ട്. ഇതൊക്കെ കൂടെ ബോർഡും വെച്ച് ഇറങ്ങിയപ്പോൾ ഇതല്ല ഞങ്ങളുടെ ദർശനം, ഞങ്ങളുടെ ആൺകുട്ടികൾ സമുദായത്തിന്റെ പേരിൽ